ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ സിപിഐ സ്ഥാനാർത്ഥിയാകും. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പന്നിൻ സമ്മതം അറിയിച്ചു. വയനാട്ടിൽ ആനി രാജയും തൃശൂരിൽ വി എസ് സുനിൽകുമാറും മാവേലിക്കരയിൽ സി എ അരുൺകുമാറും സിപിഐ സ്ഥാനാർത്ഥികളാകും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നേരത്തെ തന്നെ ആകുമെന്ന് സൂചനയുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം ഇതിൽ തിരുവനന്തപുരം മണ്ഡലമാണ്. പന്നിൻ രവീന്ദ്രന്റെ മേലെ മത്സരിക്കാൻ സമ്മർദ്ദമുണ്ടായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തീരുമാനമായി. എന്നത്തേക്ക് അന്തിമ തീരുമാനമാകും? മൊത്തത്തിൽ LDF-ലെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് എല്ലാ തീരുമാനവും വന്നു. LDF ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും അമ്പിളി, LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികകളുടെ ചിത്രം ഏകദേശം പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറിയുടെ സംസ്ഥാന സമിതിയും ചേർന്ന് 15 ഇടങ്ങളിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഏകദേശം ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചില സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് ജില്ലാ കമ്മിറ്റികൾ അംഗീകരിച്ച് അതിനുശേഷം സംസ്ഥാന നേതൃത്വം ചേർന്ന് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് ചേർന്ന CPI എക്സിക്യൂട്ടീവ്, സംസ്ഥാന എക്സിക്യൂട്ടീവ്. CPI 4 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുക. ഈ 4 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശമായി അന്തിമമായ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ബാക്കിയുള്ളത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. അതായത് ഈ 4 പേരുടെയും പേരുകൾ അതാത് ജില്ലാ കമ്മിറ്റികൾക്ക് നൽകുകയും ജില്ലാ കമ്മിറ്റികൾ അംഗീകാരം നൽകിയതിനു ശേഷം വീണ്ടും സംസ്ഥാന നേതൃത്വത്തിന് അറിയിക്കുന്നു. ഈ മാസം 26-ാം തീയതി സംസ്ഥാന നേതൃത്വം ചേരുകയും ഈ 4 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി 4 സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലം തന്നെയാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് പന്നിൻ രവീന്ദ്രനാണ്. ഏറെക്കുറെ ഈ 4 പേരുടെയും പേരുകൾ ആദ്യമേ കേട്ട പേരുകൾ തന്നെയാണ് ഇപ്പോൾ അന്തിമമായ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതിൽ പന്നിൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. തിരുവനന്തപുരം എന്നത് CPI സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം കഴിഞ്ഞ 2 തവണ, അതായത് 2014-ലും 2019-ലും 3-ാം സ്ഥാനത്താണ് CPI പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും 2014 കുമ്മൻ രാജശേഖരനോടൊപ്പം, അതിനുശേഷം 2014-ൽ O രാജഗോപാൽ, അതിനുശേഷം 2019-ൽ കുമ്മന രാജശേഖരൻ മത്സരിച്ച സമയത്തും 2 സമയത്തും CPI 3-ാം സ്ഥാനത്ത് പോയി. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക, ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് വോട്ടിംഗ് ശതമാനം ഉയർത്തുക എന്നതാണ് CPI സംബന്ധിച്ചൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPIക്ക് തിരുവനന്തപുരത്ത് ശശി തരൂർ, അദ്ദേഹം 4-ാം തവണ ജനവിധി തേടുന്നു. ഹാട്രിക് വിജയത്തിന് ശേഷം വീണ്ടും 4-ാം തവണ ജനവിധി തേടുന്ന ഈ സാഹചര്യത്തിൽ ശശി തരൂരിനോടൊപ്പം മത്സരിക്കുക, ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുക എന്നത് CPIയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായ ഒരു സാഹചര്യത്തിലാണ് പന്നിൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പന്നിൻ രവീന്ദ്രൻ നമുക്കറിയാം, അദ്ദേഹം ഏറെ വർഷമായി അദ്ദേഹം പാർലമെന്റ് രംഗത്ത് നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 2005-ൽ PK വാസുദേവൻ നായർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന PKV മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2005-ൽ അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു എന്നതൊഴിച്ചാൽ പിന്നെ അങ്ങോട്ട് അദ്ദേഹം പാർലമെന്റ് രംഗത്തേക്ക്, ഇടയ്ക്ക് നിയമസഭയിൽ ഒരു തവണ മത്സരിച്ചു എന്നതിന് അപ്പുറത്തേക്ക് പിന്നെ പാർലമെന്റ് രംഗത്തൊന്നും തന്നെ സജീവമായി നിൽക്കാത്തൊരു വ്യക്തിയാണ്. സംഘടനാ രംഗത്ത് നിൽക്കുന്നു എന്നതൊഴിച്ചാൽ സജീവ രാഷ്ട്രീയത്തിൽ പോലും അങ്ങനെ സജീവമായി നിൽക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. പലതവണ അദ്ദേഹത്തിന്റെ പേരുകൾ ഇങ്ങനെ വന്നപ്പോഴും ഉയർന്നു കേട്ടപ്പോഴും മാധ്യമങ്ങളൊക്കെ പ്രതികരണം ആരാന സമയത്തൊന്നും ഞാൻ മത്സരിക്കാനില്ല എന്ന് ഒഴിഞ്ഞു മാറിയ വ്യക്തി. നേതൃത്വത്തെ തന്നെയും തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പലവട്ടം അറിയിച്ചിട്ടും ഒടുവിൽ ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നൊരു ആവശ്യത്തിന്റെ, സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ആവശ്യത്തിന്റെ പുറത്താണ് പന്നിൻ രവീന്ദ്രൻ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിൽ നേതൃത്വം എത്തിച്ചേരുകയും ആ തീരുമാനത്തിന് അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങാനായി നിർബന്ധിതനാവുകയും ചെയ്തിരിക്കുകയാണ് പന്നിൻ രവീന്ദ്രൻ. ഒടുവിൽ അദ്ദേഹം തനിക്ക് മത്സരിക്കാൻ സമ്മതം അദ്ദേഹം എക്സിക്യൂട്ടീവിനെ അറിയിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പന്നിൻ രവീന്ദ്രന്റെ പേര് ഔദ്യോഗികമായി ഇപ്പോൾ CPI നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പന്നിൻ രവീന്ദ്രന് ശശി തരൂരിനോടൊപ്പം മത്സരിക്കുമ്പോൾ ജനവിധി തേടേണ്ടി വരുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു ജനകീയ മുഖമാണ്. തിരുവനന്തപുരത്തെ നഗരവാസികൾക്കൊക്കെ തന്നെ സുപരിചിതനായ ഒരു മുഖമാണ് പന്നിൻ രവീന്ദ്രൻ. അതുകൊണ്ട് തന്നെ അടുത്തൊരു മത്സരം വരുമ്പോൾ പന്നിൻ രവീന്ദ്രൻ മത്സരിക്കട്ടെ തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാന മണ്ഡലം, ഈ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് വയനാട്. അവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം, ദേശീയ തലത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുമ്പോൾ അവിടെ ഒരു ദേശീയ നേതാവിനെ തന്നെ CPI രംഗത്തിറക്കുന്നു. അത് ആനി രാജയാണ്. ആനി രാജ മത്സരിക്കാനായി വരുമ്പോൾ രാഹുൽ ഗാന്ധിയും ആനി രാജയും പരസ്പരം മത്സരിക്കുന്നു എന്നൊരു ആ രീതിയിലാണ് ഈ മത്സരത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുക. മാത്രമല്ല ദേശീയ പ്രതിപക്ഷ മുന്നണിയിൽ 2 പേര് ഒരേ മുന്നണി, ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്ന 2 വ്യക്തികൾ, 2 പ്രധാന പാർട്ടിയിലെ 2 പ്രധാന നേതാക്കൾ കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി വയനാട്ടിലെ മത്സരത്തിന് വരുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ അവിടെ എതിർ സ്ഥാനാർത്ഥി എന്ന PP സുനീർ ആയിരുന്നു CPIയുടേത്. വലിയ രീതിയിലൊരു മത്സരം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇക്കുറി ആനി രാജ വരുമ്പോൾ നല്ല രീതിയിലൊരു മത്സരമുണ്ട്. വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ല എങ്കിൽ പോലും വോട്ടിംഗ്
ശതമാനം ഉയർത്താനാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് CPIക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആനി രാജയുടെ പേര് CPI മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു വനിതാ പ്രാതിനിധ്യം എന്നതിനപ്പുറത്ത് CPM-നേക്കാൾ കൂടുതൽ 15 സ്ഥാനാർത്ഥികളിൽ 2 പേർക്ക് മാത്രമാണ് CPM-ൽ വനിതകളുണ്ടെങ്കിൽ ഇവിടെ 4 സ്ഥാനാർത്ഥികൾ ഒരാളെ വനിതയാക്കാൻ സാധിച്ചു എന്ന രീതിയിൽ അതൊരു അഭിമാനപ്രശ്നമായി തന്നെ CPM ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. മറ്റത് 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കുക, ഏറ്റവും കൂടുതൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു മണ്ഡലം അത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ആദ്യം മുതൽ ഉയർന്നു കേട്ട VS സുനിൽകുമാറിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ പാർട്ടി ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നത്. മുൻ മന്ത്രിയാണ് VS സുനിൽകുമാർ. ഏറ്റവും ശക്തമായ ഒരു മത്സരം VS സുനിൽകുമാർ ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹത്തിന് അപ്പുറം മറ്റൊരു സ്ഥാനാർത്ഥിയെ CPIക്ക് നിർദ്ദേശിക്കാനില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്. അതായത് ഏറ്റവും കൂടുതൽ ഈ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദ്യമേ തന്നെ ഈ പ്രചാരണം സുരേഷ് ഗോപിയുടെ രംഗപ്രവേശനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രംഗപ്രവേശനത്തോടുകൂടി തന്നെ ഏറ്റവും ശ്രദ്ധയേറിയ ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം നേരത്തെ തന്നെ സുനിൽകുമാറിന്റെ പേരുകൾ ഉയർന്നു കേട്ടതാണ്. ഒടുവിൽ സുനിൽകുമാർ തന്നെ അവിടെ മത്സരിക്കാനെത്തും. അദ്ദേഹത്തിന് ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് CPI നേതൃത്വം. മറ്റൊന്ന് മാവേലിക്കരയാണ്. മാവേലിക്കര നമുക്കറിയാം സംവരണ മണ്ഡലമാണ്. അവിടെ കൊടുക്കുന്നൂർ സുരേഷ് വർഷങ്ങളായി MP മത്സരിച്ച് ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. അവിടെ ഏറ്റവും ഒരു യുവ നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് AYF നേതാവും അതോടൊപ്പം തന്നെ കൃഷിമന്ത്രി P പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമാണ്. അത് CA അരുൺകുമാറാണ് അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. അങ്ങനെ ഈ 4 മണ്ഡലങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുക, ജയിക്കുക എന്ന് തന്നെയാണ്, ജയം ഏറ്റവും ഉറപ്പാക്കുക, അതിനപ്പുറത്തേക്ക് പോളിംഗ് ശതമാനം ഉയർത്തുക തന്നെയാണ് CPIയുടെ മുന്നിലുള്ള ലക്ഷ്യം. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനാണ് CPI സ്ഥാനാർത്ഥി. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പന്ന്യൻ സമ്മതം അറിയിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വയനാട്ടിൽ ആനി രാജയും തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ CA അരുൺകുമാറും CPIയുടെ സ്ഥാനാർത്ഥികളാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു അൻഫിലി ഡിസൂസ.